ഏകദേശം 100 വാട്ട്സ് RMS ഔട്ട്പുട്ട് വരുന്ന ഒരു സബ് ആംപ്ലിഫയർ ചെയ്യാനായിട്ട് നോർമലി നമ്മൾ ഒരു 52001943 ട്രാൻസിസ്റ്റർ പെയർ വരുന്ന ഒരു മോണോ ബോർഡായിരിക്കും സെലക്ട് ചെയ്യുക. ആ ഒരു ബോർഡിൻ്റെ പെർഫോമൻസ് നമുക്ക് മാക്സിമം കിട്ടണമെങ്കിൽ ഒരു 27027 മിനിമം നമ്മൾ 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറെങ്കിലും ഇടേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ ഡുവൽ പവർ സപ്ലൈ ചെയ്യാനായിട്ട് അതിനൊരു പവർ സപ്ലൈ സെക്ഷൻ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ആ ഒരു ബോർഡിൻ്റെ പെർഫോമൻസ് മാക്സിമം കിട്ടാനായിട്ട് നമ്മൾ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു സബ് വൂഫർ ഫിൽറ്ററും സെലക്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇതിന് പറഞ്ഞ് കറക്റ്റ് 27027 5 ആംപിയർ കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ചൂസ് ചെയ്ത് അത്യാവശ്യം ചെറുതാണെങ്കിൽ പോലും സൈസുള്ള ഒരു ക്യാബിനിലായിരിക്കും നമ്മൾ ഈ ഒരു സബ് ആംപ്ലിഫയർ ചെയ്തെടുക്കുന്നത്. എന്നാൽ വളരെ ചെറിയ സൈസ് എടുത്തുകൊണ്ട് 12 വോൾട്ട് DC സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യിച്ചുകൊണ്ട് ഈ പറഞ്ഞ 100 വാട്ട്സിനടുത്ത്, അതായത് 2 ട്രാൻസിസ്റ്റർ ബോർഡിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടോ അത്രയും അതിന് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന ഒരു അടിപൊളി സബ് ആംപ്ലിഫയർ ബോർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതെ, VIODസിൻ്റെ ഏറ്റവും പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന സബ് ആംപ്ലിഫയർ ബോർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നേരെ ബോർഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ബോക്സിലായിരിക്കും നമുക്ക് ബോർഡ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം സേഫായിട്ട് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ബോർഡ് കിട്ടുന്നത്. ഇത് ആക്ച്വലി റിവ്യൂ യൂണിറ്റ് ആണ്. നിങ്ങൾ വാങ്ങിയ സമയത്ത് ചിലപ്പോൾ ഹീറ്റ് സിങ്ക് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ബോർഡ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യുള്ളൂ, VIODസായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്. പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഞങ്ങളുടെ കൊറിയർ ചാർജ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് VIODസായിട്ട് കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഇതൊരു റിവ്യൂ മാത്രമാണ്. തിരിച്ച് നമ്മുടെ ബോർഡിലേക്ക് വരികയാണെങ്കിൽ വളരെ സേഫായിട്ട് നേരത്തെ പറഞ്ഞത് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സൈസിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളത്. ഒരു നീളത്തിലാണ്, ബാക്കിലേക്ക് നീളത്തിലാണ്. അപ്പം ഈ ഒരു ബോർഡിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരു ബാസ് ട്യൂബിലേക്ക്, അതായത് ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒമിനി അങ്ങനെയുള്ള ചെറിയ ട്രാവൽ വണ്ടികൾക്കൊക്കെ വെക്കാനായിട്ട് ബാസ് ട്യൂബിലോ അല്ലെങ്കിൽ ബോക്സിലോ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉള്ള രീതിയിലാണ് ഈ ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് 3 കണക്ഷൻ മാത്രമാണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. ഇതിന് 12 വോൾട്ട് DC ഇൻപുട്ട്, അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട്, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഓഡിയോ ഇൻപുട്ട്, പിന്നെ നമ്മുടെ സബ് വൂഫർ കൊടുക്കാനുള്ള ഔട്ട്പുട്ട്, ഇത്രയും മാത്രം അതിനകത്തേക്ക് കൊടുത്താൽ മതി. ഇതിനകത്ത് സബിൻ്റെ ഫിൽറ്ററും ആംപ്ലിഫയർ സെക്ഷനും മാച്ചിങ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. മിനിമം നമുക്ക് 12 വോൾട്ട് 3 ആംപിയറെങ്കിലും നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് കൊടുത്താൽ മാത്രമാണ് നല്ല ഔട്ട്പുട്ട് കിട്ടുക. ആംപിയർ എത്ര വേണമെങ്കിലും കൊടുക്കാം, ആവശ്യമുള്ള കറണ്ട് മാത്രമേ ഈ ഒരു ബോർഡ് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. 12 വോൾട്ട് DC 3 ആംപിയർ മുതലെങ്കിലും കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റാമ്പ് ചെയ്യുന്ന സമയത്ത് 27027 5 ആംപിയർ ട്രാൻസ്ഫോമറിന് കൂടെ ഒരു 12012 ടാപ്പിംഗ് യൂണിറ്റ് ഉണ്ടാവും. അതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പെർഫോമൻസ് ഉണ്ടാവണമെന്നില്ല. കാരണം അതിൻ്റെ ടാപ്പിങ്ങിൽ എങ്ങനെയായാലും ഒരു 2 ആംപിയറൊക്കെ ഉണ്ടാവുള്ളൂ. മിനിമം 3 ആംപിയറെങ്കിലും ഇട്ട് നോക്കുക, അപ്പം നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇത് 2 IC വെച്ചിട്ടാണ് ഈ ഒരു ആംബ് ചെയ്തിട്ടുള്ള. IC മാസ്ക് ചെയ്തിരിക്കുകയാണ്, കാരണം ഇതിൻ്റെ കോപ്പിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോമ്പണൻസ് ഒക്കെ SMD കോമ്പണൻസ് ആണ്, അതും കുറച്ചൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിൻ്റെ ഒരു കോപ്പി വിപണിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ സൈസിൽ, അതായത് സബിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ, ഫിൽറ്റർ സെക്ഷൻ, പവർ സപ്ലൈ സെക്ഷൻ, ഇതെല്ലാം ഒറ്റ ബോർഡിൽ വളരെ ചെറിയ സൈസിൽ ചെയ്ത് കൺട്രോൾ സെക്ഷൻ, ആ ഒരു വോളിയം കൺട്രോൾ സെക്ഷനും അതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ബാസ് ട്യൂബിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് ക്യാബിനുകളുടെ ബാക്കിൽ ഹോം തിയേറ്ററിന് അത്രയും ചെറിയ ക്യാബിൻ, സബിൻ്റെ സെക്ഷൻ വരുന്ന ചെറിയ ക്യാബിനിൽ നമുക്ക് വെക്കാൻ പറ്റും. നിങ്ങളൊരു ക്ലാസ് D ആംപ്ലിഫയർ ഒക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക 2.1 ആയിട്ട്. അപ്പോൾ സബിൻ്റെ സെക്ഷൻ വളരെ സൈസ് കുറച്ച് 12 വോൾട്ട് DC സപ്ലൈയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഡുവൽ പവർ സപ്ലൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ SMBS അല്ലെങ്കിൽ നമ്മളൊരു അഡാപ്റ്ററൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു 5 ആംപിയറിൻ്റെ അഡാപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി ഒരു ആംപ്ലിഫയർ ഈ ബോർഡ് വെച്ച് ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു സബ് ആംപ്ലിഫയർ ചെയ്യാം, അല്ലെങ്കിൽ 2.1 ആമ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സബിൻ്റെ സെക്ഷൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബോർഡാണിത്. കാരണം 12 വോൾട്ട് DC ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്താൽ മാത്രം മതി. ഫിൽറ്ററിങ്ങോ മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല, ഡുവൽ പവർ സപ്ലൈയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് 8 ഇഞ്ച് 10 ഇഞ്ച് 12 ഇഞ്ച് വരെ ഉള്ള വൂഫറുകൾ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. 100-150 വാട്ട്സ് വരെ നമുക്ക് ഇതിലേക്ക് കൊടുത്താൽ നല്ല ഡീപ്പായിട്ടുള്ള പഞ്ച് ബേസ് നമുക്ക് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളിതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡ് തന്നെയാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോർമൽ മലയാളം സോങ്ങുകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമ്മളിതിൻ്റെ ഓഡിയോ ടെസ്റ്റ് നോർമൽ മലയാളം അല്ലെങ്കിൽ തമിഴ് സോങ്ങുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണക്ഷൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 വോൾട്ട് DC ഇൻപുട്ട് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ് 14 വോൾട്ട്, അതായത് അവിടെ ഗ്രൗണ്ട് നെഗറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് വോൾട്ട് അവിടെയും കൊടുക്കുക. അപ്പം 12 വോൾട്ട് മുതൽ 17 വോൾട്ട് വരെ നമുക്കിതിലേക്ക് കൊടുക്കാവുന്നതാണ്.
പിന്നീട് വരുന്നത് സബ് ഔട്ട്പുട്ടാണ്. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് സബ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടേക്ക് നമ്മൾ സബിൻ്റെ സ്പീക്കർ വയർ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഓഡിയോ ഇൻപുട്ടാണ് വരുന്നത്. ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കണക്ഷൻസ്. വളരെ സിമ്പിളാണ്. കണക്ഷൻസ് എല്ലാം നമുക്കൊന്ന് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും. ആംബ് ഓൺ ആണെന്നുള്ളത് കാണിക്കാനായിട്ട് ഒരു നീല LED ഒരു കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 5 ആംപിയറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മിനിമം നമ്മളൊരു 3 ആംപിയറിലെങ്കിലും കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തൊരു സെറ്റായിരുന്നു, ഒരു കരോക്കെ ബോക്സാണിത്. അപ്പോൾ അതിൽ 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ 5 ആംപിയർ എടുത്തിട്ടുള്ളത്. 12 വോൾട്ട് 5 ആംപിയർ. ഇവിടേക്ക് നമ്മൾ പ്ലസ് മൈനസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സബിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓഡിയോ ഇൻപുട്ട് നമ്മൾ ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സെൻട്രലിൽ ഗ്രൗണ്ടും അപ്പുറം ഇപ്പുറം ലെഫ്റ്റും റൈറ്റും വരുന്ന രീതിയിലാണ് ഓഡിയോ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു നോൺ കോപ്പറേറ്റ് സോങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ കാരണം സബ് ആയതുകൊണ്ട് നമുക്ക് ഫോണിലെ സ്പീക്കറിൽ നമുക്ക് അത്രയും ഡീപ്പ് ബേസ് നമുക്ക് കിട്ടില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഹെഡ്ഫോണിലാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒരു ഹെഡ്ഫോൺ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഔട്ട്പുട്ട് നമുക്ക് ഒരു റൂമിലേക്ക് ഈ ഇതേപോലത്തെ ഒരു റൂമിലേക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 8 ഇഞ്ച് ബൂഫറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 10 ഇഞ്ച് ബൂഫറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഓഡിയോ ടെസ്റ്റും ചെയ്യാം. ഇപ്പോൾ എന്തായാലും 8 ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഡീപ്പ് ബേസ്, അതായത് ഇടിച്ചിടിച്ച് നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതലും രസമായിട്ട് കേൾക്കാനായിട്ട് തോന്നിയത് ആ ഒരു ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു ബേസ് നല്ല രസമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 10 ഇഞ്ചായാലും 12 ഇഞ്ച് ബൂഫറൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് 12 ഇഞ്ച് സബ് ബൂഫർ നമ്മുടെ കയ്യിൽ തൽക്കാലം ഇല്ല. പക്ഷേ 10 ഇഞ്ചായാലും 12 ഇഞ്ചായാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളത്. ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ചെറിയ ആംപ്ലിഫയറൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വണ്ടിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയറൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. കാരണം വളരെ സൈസ് കുറഞ്ഞ് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ എന്നാൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു 2 ട്രാൻസിസ്റ്റർ ബോർഡിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബോർഡിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതുപോലെ തന്നെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ VIODs കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡീറ്റെയിൽസും അതുപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുപോലെ ഒരു കമൻറ്റ് കൂടി ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ VIODs ഏറ്റവും പുതിയ മിനി സബ് ആംപ്ലിഫയർ ബോർഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ മിനി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ചെറുതാക്കി കാണാൻ കഴിയില്ല. അതിൻ്റെ സൈസ് വെച്ചിട്ട് അത് നോർമലി കൊടുക്കുന്നതിനേക്കാൾ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ആംബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ആംബ് ബോർഡ് തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ബോർഡിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.